നമസ്കാരം. യുദ്ധത്തെപ്പറ്റി വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഇങ്ങനെയാണ്: യുദ്ധം മാനവരാശിയുടെ ശാപമാണ്. അത് വിതയ്ക്കുന്നത് കണ്ണീരും കൊയ്യുന്നത് ശവങ്ങളുമാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യ വലിയൊരു യുദ്ധമുനമ്പായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും നിരവധി ഉന്നത നേതാക്കളും സൈനിക ഉദ്യോഗസ്ഥരും ഇതിനോടകം തന്നെ വധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇറാനിലെ 31-ൽ 24 പ്രവിശ്യകളിലുണ്ടായ യാങ്കി സൈനിസ്റ്റ് ആക്രമണത്തിൽ ഒരു പള്ളിക്കൂടത്തിലെ 168 കുട്ടികളടക്കം 200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെയും വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം 780-ലധികം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 740-ലധികം പേർ സിവിലിയന്മാരാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇതുവരെ 12 പേർ കൊല്ലപ്പെടുകയും 770-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേലും അവകാശപ്പെടുന്നുണ്ട്. 2025 ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായ നേരിട്ടുള്ള യുദ്ധത്തിൽ ഇറാനിൽ ഏകദേശം 1190 പേരും ഇസ്രായേലിൽ 28 പേരും കൊല്ലപ്പെട്ടിരുന്നു. ഇറാനിൽ 9 ആശുപത്രികൾ ഇതിനോടകം തന്നെ തകർന്നതായി പുതിയ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. കണ്ടില്ലേ, യുദ്ധങ്ങൾ ഇങ്ങനെയാണ്. രണ്ടു വശത്തും കുറെ പേർ മരിച്ചു വീഴും. അതിൽ ഒന്നും അറിയാത്ത എത്രയോ പേർ. വിക്ടർ ഹ്യൂഗോ പറഞ്ഞതുപോലെ യുദ്ധമെന്നാൽ പ്രായമായവർ പ്രഖ്യാപിക്കുന്നതും എന്നാൽ ചെറുപ്പക്കാർ മാത്രം മരിക്കേണ്ടി വരുന്നതുമായ ഒന്നാണ്. മുജ്തബ ഹുസൈനി ഖമനേയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു. US ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തെ തുടർന്നാണ് മകൻ മുജ്തബയെ പരമോന്നത നേതൃത്വത്തിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സംഘർഷഭരിതമായ സമയത്താണ് മുജ്തബ ഇറാന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ഓരോ യുദ്ധത്തിനും കാരണം ഭരണാധികാരികളുടെ ഈഗോയും അധികാരക്കൊതിയും ഒക്കെയാണ്. ഇറാനിലും ഇസ്രായേലിലും സംഭവിച്ചതും അതൊക്കെ തന്നെയാണ്. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാനും ഇസ്രായേലും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം. എന്നാൽ വിപ്ലവത്തിന് ശേഷം വന്ന പുതിയ ഭരണകൂടം ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ഇസ്രായേലിന്റെ തകർച്ച പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്നു മുതൽ തുടങ്ങിയ നിഴൽ യുദ്ധമാണ് ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധമായി മാറിയിരിക്കുന്നത്. യുദ്ധത്തിന് കാരണമായി അമേരിക്കയും ഇസ്രായേലും പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് അപകടമാണ് എന്നതാണ്. ഇറാന്റെ ആണവ ഭീഷണി ഒഴിവാക്കുകയോ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുകയോ അല്ല യുദ്ധഭ്രാന്തന്മാരായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെയും തെമ്മാടി രാഷ്ട്രമായ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെയും ലക്ഷ്യമെന്ന് ഇതിനോടകം തന്നെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിച്ചതും സമാന സാഹചര്യത്തിലായിരുന്നു. അമേരിക്കയും ഇസ്ലാമിക റിപ്പബ്ലിക്കുമായി അന്ന് നടത്തിവന്ന ആണവ ചർച്ചയിൽ നിർണായക പുരോഗതി ഉണ്ടാവുകയും 2 ദിവസത്തിനകം 6-ാം വട്ട ചർച്ച തുടങ്ങാനിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ അട്ടിമറിച്ച് അന്ന് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്. ഒടുവിൽ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതോടെയാണ് 12 ദിവസം നീണ്ട യുദ്ധം അവസാനിപ്പിച്ചത്. ഇറാന്റെ ആണവ പദ്ധതി തുടച്ചു നീക്കി എന്നാണ് അന്ന് ട്രംപ് അവകാശപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ദിവസങ്ങൾക്കകം ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനും അമേരിക്കയുമായി ഒരിക്കലും ആണവ കരാർ ഉണ്ടാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന നെതന്യാഹുവിന്റെ റിമോട്ട് കൺട്രോളിലാണ് നിലവിൽ ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ 2015-ൽ ഇറാനും വൻ ശക്തികളുമായി ഉണ്ടാക്കിയ ആണവ കരാർ ലോകത്തിന് സമാധാന പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേൽ അതിനെ അംഗീകരിച്ചിരുന്നില്ല. ഒബാമയ്ക്ക് ശേഷം ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ വൈകാതെ കരാറിൽ നിന്ന് അമേരിക്കയെ പിൻവലിപ്പിക്കാൻ നെതന്യാഹുവിന് സാധിച്ചു. തുടർന്ന് ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും കടുപ്പിക്കുകയും ചെയ്ത് ഇറാനെ ദുർബലമാക്കിയതിന്റെ തുടർച്ചയിലാണ് യുദ്ധം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 2015-ലെ ആണവ കരാറിൽ പങ്കാളികളായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കരാർ ലംഘിച്ച അമേരിക്കയെയല്ല ഇറാനെയാണ് ശിക്ഷിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഏകപക്ഷീയമായി ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച യുദ്ധത്തെയും അനുകൂലിച്ച് അവ തനി നിറം കാണിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ ഇറാനുമേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇതും യുദ്ധം ഇത്രത്തോളം രൂക്ഷമാകാൻ കാരണമായി. ഇറാനെതിരായ സൈനിക നടപടികൾ അമേരിക്ക ശക്തമായി തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയാണ്. അമേരിക്ക നൽകിയ മുന്നറിയിപ്പുകൾ ഇറാൻ അവഗണിച്ചതാണ് നിലവിലെ പ്രത്യാഘാതങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വേണ്ടി വന്നാൽ കരയുദ്ധം നടത്താനും മടിയില്ലെന്ന് ട്രംപ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോഴും യുദ്ധവെറിയനായ ഒരു ചെകുത്താനെ നമുക്ക് അയാളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രംപിനെതിരെ കമല ഹാരിസ് എഴുതിയത് ഇങ്ങനെയാണ്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. അമേരിക്കൻ ജനത ആഗ്രഹിക്കാത്തതും അനാവശ്യവുമായ ഒരു യുദ്ധത്തിലേക്കാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ നയിക്കുന്നത്.
ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ നീക്കം പശ്ചിമേഷ്യയിൽ വലിയ അസ്ഥിരതയുണ്ടാക്കുമെന്നും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അമേരിക്കയുടെ പദവി ഇല്ലാതാകുമെന്നും ഒക്കെ കമല പറയുന്നു. ഇത് കരുത്തല്ല, മറിച്ച് നിശ്ചയദാർഢ്യം എന്ന പേരിൽ നടത്തുന്ന അവിവേകമാണെന്നാണ് എന്തായാലും മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കമല ഹാരിസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കമലയുടെ വാക്കുകൾ 100% ശരിവെക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിരുന്നില്ലേ, ആ യുദ്ധത്തിൽ ഒരു അമേരിക്കൻ സൈനികൻ മരിക്കുന്നതും മരിച്ച ആ സൈനികന്റെ ബോഡി അമേരിക്കയിൽ എത്തിക്കുമ്പോൾ ആ മരിച്ച സൈനികന്റെ മകൻ ഡാഡി എന്ന് വിളിച്ചു ആ ഡാഡിയെ കെട്ടിപ്പിടിക്കുന്ന ആ രംഗം നമ്മുടെയൊക്കെ കണ്ണു നിറപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് കമല ഹാരിസ് പറഞ്ഞത് 100% ശരിയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം മലയാളി കുടുംബങ്ങളെയും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഗൾഫ് നാടുകളിൽ ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നതിനാൽ അവിടുത്തെ ഓരോ ചലനവും കേരളത്തിൽ പ്രതിഫലിക്കും. ദുബായ്, അബുദാബി, ദോഹ തുടങ്ങിയ നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾക്ക് സമീപം മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രവാസികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ മുതലെടുത്ത് ചില മാധ്യമങ്ങൾ റേറ്റിംഗ് കയറ്റാൻ യുദ്ധം ആഘോഷമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ TV വെച്ചാൽ കാണാൻ കഴിയുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയാതെ വയ്യ. ഇത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപനമല്ല എന്ന് മാധ്യമങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധമാണെന്ന ബോധ്യമില്ലാത്ത മാധ്യമങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. റിമോട്ടിലെ ബട്ടണുകൾ അതിനുവേണ്ടി നിങ്ങൾ ചലിപ്പിക്കണം എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. കേരളത്തിലെ ഓരോ വീട്ടിലും ചുരുങ്ങിയത് ഒരാളെങ്കിലും ഗൾഫിൽ ഉള്ളതിനാൽ അവിടുത്തെ സ്ഫോടന വാർത്തകൾ നാട്ടിലെ കുടുംബങ്ങളിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് അറിയാവുന്ന മാധ്യമങ്ങൾ ആ വൈകാരികത തന്നെയാണ് വിറ്റ് റേറ്റിംഗ് ആക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. തങ്ങളുടെ മക്കൾക്ക് എന്തു പറ്റി, അല്ലെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തു പറ്റി എന്നൊക്കെ ഓർത്ത് പ്രവാസികളേക്ക് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ സങ്കടക്കയത്തിലേക്ക് ചവിട്ടിവിടുന്നുണ്ട് നമ്മുടെ ചില മാപ്രോളികൾ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ പങ്കുവെക്കുന്ന വീഡിയോകളുടെ അടക്കം ആധികാരികത ഉറപ്പാക്കുമെന്ന് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സ് ഇന്ന് പറഞ്ഞത് വളരെ പക്വതയുള്ള തീരുമാനമായി തന്നെ തോന്നി. നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിച്ച വീഡിയോകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും എക്സ് പ്രൊഡക്ട് മേധാവി നികിത ബിയർ ഇന്ന് രാവിലെ വെളിപ്പെടുത്തുന്നത് മാധ്യമങ്ങളിൽ കണ്ടു. ഇനി കേരളത്തിൽ യുദ്ധം കണ്ടന്റ് ആക്കുന്നവരുടെ ലക്ഷ്യം കേരളവും മലയാളികളും തമ്മിൽ ചില കണക്ഷൻ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഭീതിപ്പെടുത്തിയാൽ കാണാൻ ആളുണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം. അത് അവർ മുതലെടുക്കുകയാണ്. കേരളത്തിന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഗൾഫിൽ നിന്നുള്ള പണമാണ്. യുദ്ധം കാരണം അവിടുത്തെ ബിസിനസ്സുകൾ തടസ്സപ്പെടുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് കേരളത്തിലെ വ്യാപാര മേഖലയെയും ബാങ്കിംഗ് സംവിധാനത്തെയും തകിടം മറിക്കും. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിക്കുന്നത് ഇന്ത്യയിൽ ഇന്ധനവില കൂടാൻ കാരണമാകും. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റത്തിന് വഴിവെക്കും. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല, കുറെ പാവങ്ങൾ മരിക്കുന്നതല്ലാതെ എന്ന യാഥാർത്ഥ്യത്തോടെ ഇവിടെ നിർത്തട്ടെ. ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നു, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മാധ്യമങ്ങളും നിലവിൽ പല ആളുകളുടെ വിഷമം പോലും മനസ്സിലാക്കാതെ ഇതൊരു മത്സര റിപ്പോർട്ടായി അല്ലെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒക്കെ പോലെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കുക എന്നാണ് പറയാനുള്ളത്. ചില മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ ചില മാധ്യമ പ്രവർത്തകരോടും മാധ്യമ സ്ഥാപനങ്ങളോടും ഒക്കെ വല്ലാത്ത ദേഷ്യം തോന്നി പോകുന്നുണ്ട്. ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ എല്ലാ ദിവസവും ഈ പ്രേക്ഷകരെയൊക്കെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി എനിക്ക് ഡോളർ കൊയ്യാം. പക്ഷെ ഞാനത് ചെയ്യാത്തത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിപ്പോയി. ഇപ്പോൾ ഇങ്ങനെ ഇന്ന് ഈ വാർത്ത ചെയ്യാൻ ഇടയായ സാഹചര്യം നമ്മുടെ പല പ്രേക്ഷകരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത്. യുദ്ധത്തെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. യുദ്ധം എവിടെ നടന്നാലും നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിക്കുന്നുള്ളൂ. യുദ്ധം ആരൊക്കെ നടത്തിയാലും നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യില്ല. യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനം പ്രസ്താവിക്കണം, ഇത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് യുദ്ധങ്ങളോട് നോ പറയാം. മനുഷ്യരെ നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.